പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈഗിൾ വ്യൂ റീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നിലമ്പൂർ ടൗണിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ മാറി ഇടിവണ്ണ എന്ന ഗ്രാമത്തിലെ കുരിശുപാറയിലേക്കാണ്. രാവിലെ 6:30യോടുകൂടി പാറയുടെ മുകൾ ഭാഗത്ത് എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചു. ആദ്യ കാലഘട്ടങ്ങളിൽ കരിമ്പായിക്കോട്ട എന്ന പേരിലാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. പിൻകാലത്ത് കുരിശു വന്നപ്പോൾ കുരിശുപാറയായി, ഓം വന്നപ്പോൾ ഓം കുരിശുപാറയായി മാറി. ഗൂഗിളിൽ കുരിശുപാറ എന്നാണ് കാണപ്പെടുന്നത്. ഈ മനോഹര ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണൂ. അങ്ങ് ദൂരെ മലനിരകൾ, ചുറ്റും പച്ചപ്പ്. ഇതുപോലുള്ള നല്ല കാഴ്ചകളും കാഴ്ചപ്പാടുകളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈഗിൾ വ്യൂ റീലിൻ്റെ ലക്ഷ്യം. ഈ പാറയെ നിലമ്പൂരിൻ്റെ സ്വന്തം സിഗിരി എന്നോ ഹരിഹർ ഫോർട്ട് എന്നോ സാൽഗർ ഫോർട്ട് എന്നോ വിളിക്കാൻ തോന്നും. അത്രയും മനോഹരമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 149 മീറ്ററാണ് ഈ പാറയുടെ ഉയരം. രാവിലെയും ഒരുപാട് ആളുകൾ പാറ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നിലമ്പൂർ ടൗണും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ദൂരെ നമ്മൾ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. ചാലിയാർ പുഴയുടെ പോഷക നദിയായ കുറുവംപുഴയാണ് പാറയുടെ പടിഞ്ഞാറ് സൈഡിലൂടെ ഒഴുകുന്നത്. വളരെ ശാന്തവും സുന്ദരമായ ഈ പ്രദേശം ഫാമിലിയായി വന്ന് കാണാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെ സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം രാവിലെയോ വൈകുന്നേരമോ ആണ്. എന്നാലേ ഉദയസൂര്യൻ്റെയും അസ്തമ സൂര്യൻ്റെയും ഭംഗി നമുക്ക് വേണ്ടുവോളം ആസ്വദിക്കാൻ സാധിക്കും. ഈ ഓണാവധിക്ക് നമുക്ക് ഇങ്ങോട്ടാക്കാം യാത്ര. ഈ പ്രകൃതി ഭംഗിയെ നശിപ്പിക്കുന്ന തരത്തിൽ സഞ്ചാരികൾ പെരുമാറുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. പാറയുടെ വശങ്ങളിൽ ധാരാളം മാലിന്യങ്ങൾ കാണാം. ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മളുടേത് കൂടിയാണെന്ന് മനസ്സിലാക്കി ആരും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പരിമിതികളും കുറവുകളും ഈ വീഡിയോയ്ക്കുണ്ട് എന്നെനിക്കറിയാം. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. 300 മീറ്ററോളം നീളമുള്ള പാറയും അതിനോട് ചുറ്റും പ്രകൃതി ഒരുക്കിയ ഭംഗിയും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്യമം. വേലിന് ചൂടേറിയപ്പോഴാണ് ഇറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. 2-3 ഷോട്ടുകൾ കൂടി എടുത്തിട്ട് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ വളരെ യാദൃച്ഛികമായിട്ടാണ് എനിക്ക് ഈ ദൃശ്യം പകർത്താൻ സാധിച്ചത്. ഈ ദൃശ്യം പകർത്തിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് മറ്റൊരു ചോദ്യമായിരുന്നു. സത്യത്തിൽ ഇതല്ലേ നമ്മളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചൂടെ ചേർക്കുക. ഇതുപോലെ നല്ല ദൃശ്യങ്ങളുമായി അടുത്ത വീഡിയോ